ഹലോ ഗൈസ്, ഇന്ന് ചുവന്ന കറ്റാർവാഴയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വളർത്തേണ്ട ഒരു സസ്യമാണ് കറ്റാർവാഴ. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും അടങ്ങിയ ഒരു ഔഷധ സസ്യമാണിത്. ത്വക്ക് രോഗങ്ങൾ, പൊള്ളലുകൾ, മുടികൊഴിച്ചിൽ, ദഹനക്കേട്, ശരീരത്തിലെ ജലാംശം നിലനിർത്തുക, ഫേസ് മാസ്ക് എന്നിങ്ങനെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കറ്റാർവാഴ നൽകുന്ന ഗുണങ്ങൾ ഏറെയാണ്. ലോകത്തിലാകമാനം 400-ലധികം കറ്റാർവാഴ ഇനങ്ങളുണ്ട്. അവയിൽ ഏറ്റവും ഔഷധമൂല്യം കൂടിയ കറ്റാർവാഴയാണ് ചുവന്ന കറ്റാർവാഴ. ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശമെന്ന് കരുതപ്പെടുന്നു. സാധാരണ കറ്റാർവാഴയും ചുവന്ന കറ്റാർവാഴയും നമ്മൾ നേരിൽ കാണുമ്പോൾ തിരിച്ചറിയാൻ പ്രയാസമാണ്. അവയുടെ ജെൽ നോക്കിയാണ് അവയെ തിരിച്ചറിയുന്നത്. ഈ ചുവന്ന കറ്റാർവാഴയുടെ ലീഫ് മുറിക്കുമ്പോൾ നമ്മൾ സാധാരണ കറ്റാർവാഴയുടെ ഇല മുറിക്കുമ്പോൾ കാണുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം ആണ് ആദ്യം ഊറി വരുന്നത്. എന്നാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്നും റെഡ് കളറിലുള്ള ഒരു ജെൽ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സാധാരണ കറ്റാർവാഴയുടെ ജെല്ലിന് ഒരു കയ്പ്പ് രസമുണ്ടായിരിക്കും. എന്നാൽ ഈ ചുവന്ന കറ്റാർവാഴയുടെ ജെല്ലിന് ഒട്ടും തന്നെ കയ്പ്പ് ഉണ്ടായിരിക്കുകയില്ല. ചുവന്ന കറ്റാർവാഴയുടെ ജെല്ലും തേനും ചേർത്ത് ജ്യൂസാക്കി കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള കഴിവ് ഈ കറ്റാർവാഴയ്ക്ക് ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ തൈ ഞാൻ ഏകദേശം ഒരു 500 രൂപ കൊടുത്താണ് ഞാൻ വാങ്ങിയത്. ഈ ചുവന്ന കറ്റാർവാഴയുടെ ഒരു വലിയ ചെടിക്ക് ഒരു 2000-3000 രൂപയോളം വില വരും. ഇതിൻ്റെ ചെറിയ തൈയുടെ ലീഫ് മുറിച്ചാൽ നമുക്ക് റെഡ് ജെൽ കിട്ടുകയില്ല. ഏകദേശം 1-2 വർഷമായ ചെടിയുടെ തണ്ട് മുറിക്കുമ്പോഴാണ് റെഡ് ജെൽ കിട്ടുന്നത്. അലോവേര നടുമ്പോൾ പോട്ടിംഗ് മിക്സ് വളരെയേറെ ശ്രദ്ധിക്കണം. മണലും ചാണകപ്പൊടിയും റെഡ് സോയിലും ചേർന്ന പോട്ടിംഗ് മിക്സ് ആയിരിക്കും നല്ലത്. റെഡ് സോയിലിന് പകരം ഗാർഡൻ സോയിൽ ആയാലും കുഴപ്പമില്ല. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് മണൽ ചേർക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി ഉണ്ടായിരുന്നതും ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതുമായ ഈ ചുവന്ന കറ്റാർവാഴയുടെ ഔഷധമൂല്യം മനസ്സിലാക്കി വില അല്പം കൂടുതലാണെങ്കിലും എല്ലാ വീടുകളിലും ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും.